Hi guys, welcome back to my YouTube channel Sanju's Vlog. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്യൂഷൻ ക്ലാസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ട്യൂഷൻ ക്ലാസ്സിൽ പോകാനൊക്കെ മടിയായിരിക്കും അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ട്യൂഷൻ ക്ലാസ്സിൽ കുറേ ആൾക്കാരുണ്ടാവും ഉറങ്ങുന്നതും അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നതും അങ്ങനെ കുറേ കോമഡീസും അങ്ങനെയൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലീപ്പറാണ്. സ്ലീപ്പിങ് ചെയ്യുന്നത് ഒരു വെച്ചായിരിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഉറങ്ങിപ്പോയി മിസ്. ഇനി ഉറങ്ങാണ്ടിരുന്ന് പഠിക്കട്ടോ. നാളെ എക്സാം അല്ലേ? പഠിക്ക് വേഗം വരുന്നു. മാത്സ് ആണ് മിസ്. മാത്സ് ഇന്നത്തെ കിടന്ന് ഉറങ്ങണേ ആള്. സോറി മിസ്, ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി മിസ്. ഒന്നും മനസ്സിലാവുന്നില്ല മാത്സ്. എങ്ങനെ മനസ്സിലാവാൻ? ഉറങ്ങണല്ലേ, പിന്നെ എങ്ങനെ മനസ്സിലാവും? ഞാൻ ഇപ്പൊ തല്ലൊന്നും തരല്ല, നേരെ ഗെറ്റ് അടിക്കണ കേട്ടോ. കാരണം ഇനി ട്യൂഷനിലേക്ക് വരേ വേണ്ട. കുഴപ്പമില്ല. നന്നെ പോലത്തെ ഒരു കുട്ടീനെ ഇനി വേണ്ട ഇവിടെ. ഞങ്ങൾ എന്തായാലും ഗെറ്റ് അടിക്കാൻ പോണ തന്നെ. അപ്പൊ തന്നെ നാളെ മുതൽ വേറെ ട്യൂഷൻ പൊക്കോട്ടെ. അതൊന്നും പണ്ടല്ലേ, ഞങ്ങൾ എന്തായാലും TC ഒന്നും വിടാൻ പോണല്ലേ. ഗൈസ്, അപ്പോൾ ഇത് ഫസ്റ്റത്തെ ആയിരുന്നു. ഞാൻ സെക്കൻഡ് ടോക്കിംഗ് ആണ്. പിള്ളേരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും കേട്ടോ. എടാ ഞങ്ങൾ സ്കൂളിൽ പ്രിൻസിപ്പൽസൊക്കെ ഇല്ലേ, ഫുള്ള് പ്രിൻസിപ്പളായിരുന്നു. കുറേ ഇതിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് ബോൾ എടുത്ത് അയാളുടെ തലക്കിട്ടൊക്കെ ഇറങ്ങിട്ടില്ലേ, അയാളൊന്നും അറിയുന്നില്ലടാ, എന്താണ് ഇങ്ങനെ. എന്നിട്ടില്ലേ, എന്നിട്ട് ഞാൻ ഇന്നലെ രാഹുലിനെ കണ്ടു. രാഹുലില്ലേ മറ്റേ റബ്ബർ മേടിക്കാൻ കണ്ടു. സ്വയംമല്ല 5 രൂപയുടെ. എന്നിട്ട് അവൻ പറഞ്ഞില്ലേ, അവൻ്റെ പപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് 1000 തറംസൊക്കെ കൊടുത്തു. പറയണത് എന്ത് ചെയ്യാനാണ് ഇങ്ങനെയൊക്കെ. ഒന്നുമില്ല മിസ് പറയണേ, നോട്ട് ചെയ്യണായിരുന്നു. അത് ഡൗട്ട് വെച്ചത്. അയ്യോ ഒന്ന് പറഞ്ഞേ, ഞാൻ കേക്കട്ടെ. എല്ലാരും എനിക്കതിന്റെ ഒരു ലാസ്റ്റിൽ എനിക്കറിയാം. ഒന്ന് പറഞ്ഞേ, ഒന്ന് കേക്കട്ടെ. ഇറ്റ് ഈസ് കോൾഡ്. IT സ്കൂൾഡ് മാത്രം ഞാൻ പറഞ്ഞോളൂ. IT സ്കൂൾഡ് എന്ത് സാധനം? IT സ്കൂൾഡ് അയ്യോ അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ മിസ്. അപ്പൊ എന്ത് ചെയ്യായിരുന്നു താനോടെ? വർത്താനം പറയുന്നല്ലേ? ഇല്ല വർത്താനം പറഞ്ഞില്ല. എടാ ഞാൻ ചോദിച്ചതാണ് മിസ്. എന്താണോ ചോദിച്ചത്? എടോ അശ്വിൻ, എന്താണോ ചോദിച്ചത് അയാള് രാഹുലോട്? എന്താ ചോദിച്ചത് അശ്വിൻ? മിസ്സേ, ഞാൻ ചോദിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ എൻ്റെ അടുത്ത് പറയായിരുന്നു, ഇങ്ങനെ വർത്താനം പറയായിരുന്നു മിസ്സേ, സ്കൂളിലെ കാര്യമൊക്കെ. അശ്വിൻ കറക്റ്റായിട്ട് പറഞ്ഞു. താൻ എന്താണോ തനിക്ക് ഇത്ര പ്രശ്നം? സോറി മിസ്, ഞാൻ ഇനി ചെയ്യില്ല മിസ്. കുഴപ്പമില്ല, ഞാൻ സംസാരിച്ച് അധികം ബുദ്ധിമുട്ടണ്ട. താൻ പുറത്തു പോയി നിന്നോളൂ. എന്നിട്ട് പുറത്ത് നിന്ന് പഠിച്ചോട്ടാ. സോറി ഗൈസ്. അപ്പം ഇനി അടുത്ത തേർഡ് വീഡിയോ ആണ്. ചില ട്യൂഷൻ ക്ലാസ്സുകളിലൊക്കെ ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കും, ഇങ്ങനെ എന്തെങ്കിലും സ്നാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടാവും. അത് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ അടുത്ത തേർഡ് സ്നാക്ക് ഈസ്റ്റർ. ഒന്നുമില്ല മാഡം, ഞാൻ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. എന്തോ ഒരു കടിക്കുന്ന ഒരു സ്നാക്കിന്റെ ഒരു ശബ്ദം ഞാൻ കേട്ടായിരുന്നല്ലോ. എന്തൊരു കവർ, തന്റെ ബാഗിൽ എന്തൊരു കവർ ഉണ്ടല്ലോ. എന്താ ഒരു സൗണ്ട്? താൻ എന്താ തിന്നേ? ഒന്നുമില്ല മിസ്. ചായ റെഡിയായോ മിസ്? താൻ ഇവിടെ ചായ കുടിക്കാനാണോ അതോ പഠിക്കാനാണോ വരുന്നത്? അതായത് എനിക്ക് അറിയാൻ പാടില്ലാണ്ട് മിസ്. ചായ നല്ലതാണ്. ചായ നല്ലതാണ്, അതെനിക്കറിയാം. ഓക്കെ, താനപ്പോ പഠിക്കുന്നിരുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ചായ ചിക്കനുണ്ടെങ്കിൽ നല്ല തല്ലരുട്ടത്. പഠിച്ചേ മര്യാദക്കിരുന്ന്. ടീച്ചറെ ചായ വന്നു. ടീച്ചർ ഇന്ന് പരിപ്പാടയാണല്ലോ, നാളെ ഉള്ളിവട ഉണ്ടാക്കി തന്നെ കേട്ടോ. താഴെ പരിപ്പോട് കഴിക്കാൻ ഉള്ളിവടയുടെ ഇത് പറയിപ്പിക്കാ. പരിപ്പോട് കഴിക്കാൻ ഉള്ളിവടയുടെ സംഭാഷണം പറയാൻ കാണാൻ. താനും വേഗം ഇതാക്കിയിട്ട് പഠിച്ചിട്ട് ഇനി നാളത്തെ ഇവിടെ സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല തല്ലരുട്ട. ഗൈസ് ഇത് നാലാമത്താണ്, ലാസ്റ്റ് വൺ ആണ്. ഇത് പഠിപ്പിച്ചാണ് നമ്മൾ മെയിൻ താരമാണ് വരാൻ പോകുന്നത് കേട്ടോ. അയ്യോ
ഇന്ന് മിസ് പറഞ്ഞായിരുന്നില്ല ടെസ്റ്റ് എടുക്കാമെന്ന്. മിസ്സോട് പറഞ്ഞേക്കാം. മിസ്സേ ഇന്ന് ടെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞായിരുന്നു. ആ ഓ ശരി, ഞാൻ മറന്നുപോയായിരുന്നു. ഓ മോനി താങ്ക് യു കേട്ടോ ഓർമ്മിപ്പിച്ചത്. അപ്പം എല്ലാവരും നോട്ട് അടച്ചു വെക്കുക, എന്നിട്ട് ടെസ്റ്റിനായി റെഡി ആയിരിക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ A² + B² = എത്രയാണെന്ന് എഴുതാം. ഓക്കെ, അപ്പം എല്ലാവരും എഴുതി കഴിഞ്ഞോ? യെസ് മിസ്. ഓക്കെ, ഞാനപ്പോൾ ഫസ്റ്റ് തന്നെ രഞ്ജിത്തിനെ നോക്കാം. ഓക്കെ, രഞ്ജിത്ത് നോട്ട് തരൂ മോനെ. ഓ കഴിഞ്ഞില്ലേ, തരൂ. ഓക്കെ, ഇനി ഞാൻ രഞ്ജിത്ത് മോനെ എഴുതിക്കോട്ടോ. ഞാനന്ന് അശ്വിൻ കഴിഞ്ഞോ മോനെ? ഓക്കെ, ഞാൻ നോക്കട്ടെ ജസ്റ്റ്. ഓ മോനെ എല്ലാം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ.